ഹായ്, മൈ ഇമിഗ്രേഷൻ സ്റ്റോറി ബൈ ടാൻ ലേ. ഈ പാഠത്തിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിശോധിച്ചാലോ? വെൽ ഫ്രണ്ട്സ്, ഹിയർ ഈസ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്പർ 1. Describe the journey of Tan Le and her family from Vietnam to Australia. വിയറ്റ്നാമിൽ നിന്നും ഓസ്ട്രേലിയയിലേക്കുള്ള ടാൻ ലിയുടെയും കുടുംബത്തിൻ്റെയും ആ യാത്ര ഒന്ന് വിവരിക്കാമോ? ഇതാണ് ചോദ്യം. Now here is the answer. Tan Le and her family fled Vietnam after the war when she was just 4 years old. ടാൻ ലെയും കുടുംബവും യുദ്ധാനന്തരം വിയറ്റ്നാമിൽ നിന്ന് പലായനം ചെയ്തത് അവൾക്ക് വെറും 4 വയസ്സുള്ളപ്പോൾ. They escaped on a small boat with many other refugees. മറ്റ് നിരവധി അഭയാർത്ഥികൾക്കൊപ്പം ഒരു ചെറിയ ബോട്ടിൽ ആണ് അവർ രക്ഷപ്പെട്ടത്. They had to face dangerous seas, pirates and uncertainty. അപകടകരമായ കടലുകൾ, കടൽ കൊള്ളക്കാർ, അനിശ്ചിതത്വം എന്നിവയെ അവർക്ക് യാത്രയിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു. After a long, difficult journey, they were rescued and taken to a refugee camp in Malaysia. നീണ്ട ദുഷ്കരമായ യാത്രയ്ക്ക് ശേഷം അവരെ രക്ഷപ്പെടുത്തി മലേഷ്യയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. Eventually, they were granted asylum in Australia, where they started a new life. ഒടുവിൽ അവർക്ക് ഓസ്ട്രേലിയയിൽ അഭയം ലഭിച്ചു. അവിടെ അവർ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. Her family worked hard to build a future. ഒരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കാനായി അവളുടെ കുടുംബത്തിന് നന്നേ കഷ്ടപ്പെടേണ്ടി വന്നു. There were many challenges to start a new life in a foreign country. ഒരു വിദേശ രാജ്യത്ത് ഒരു പുതിയ ജോലിയും ജീവിതവും ആരംഭിക്കാൻ വെല്ലുവിളികൾ അനവധിയായിരുന്നു. Tan Le's journey reflects resilience, hope and the desire for a better life for her family. പ്രതിരോധ ശക്തി, പ്രത്യാശ, കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിനായുള്ള അതിയായ ആഗ്രഹം എന്നീ കാര്യങ്ങളാണ് ടാൻ ലിയുടെ ജീവിത കഥയിൽ പ്രതിഫലിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഉത്തരം. Now, paragraph question number 2. Here's a quote. He died broken by history. He is my grandfather. Explain. ചരിത്രം കൊണ്ട് തകർന്നു മരിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതാരാണെന്നോ? എൻ്റെ മുത്തച്ഛൻ. ടാൻ ലിയുടെ പ്രസംഗത്തിലെ ഈ വാക്യം ഒന്ന് വിശദീകരിക്കാമോ? ഇതാണ് ചോദ്യം. Now, here is the answer. In her TED talk, Tan Le mentions her grandfather who lived through the hardships of war and political turmoil in Vietnam. അതായത് തൻ്റെ ടെഡ് ടോക്കിൽ വിയറ്റ്നാമിലെ യുദ്ധത്തിൻ്റെയും രാഷ്ട്രീയ കോലാഹലങ്ങളുടെയും പ്രയാസങ്ങളിലൂടെ ജീവിച്ച തൻ്റെ മുത്തച്ഛൻ്റെ കഥ ടാൻ ലെ പരാമർശിക്കുന്നു. The quote, "He died broken in history," means that the difficult events in Vietnam's history, like war and government changes, left her grandfather feeling defeated and hurt. അദ്ദേഹം ചരിത്രത്താൽ തകർന്നു മരിച്ചു എന്ന വാക്യം അർത്ഥമാക്കുന്നത് യുദ്ധം, സർക്കാരുകളുടെ മാറ്റങ്ങൾ തുടങ്ങിയ വിയറ്റ്നാമിൻ്റെ ചരിത്രത്തിലെ പ്രയാസകരമായ സംഭവങ്ങൾ അവരുടെ മുത്തച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ്. He lost much of what he had worked for and believed in. താൻ അധ്വാനിച്ചതും വിശ്വസിച്ചതുമായ പലതും അയാൾക്ക് നഷ്ടപ്പെട്ടു. Even though he survived, the trauma of those times took a heavy toll on him. അദ്ദേഹം അതിനെയൊക്കെ അതിജീവിച്ചെങ്കിലും ആ സമയത്തെ ആഘാതം അദ്ദേഹത്തെ വളരെയധികം ബാധിച്ചു. Tan Le tells us how history can deeply affect
ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്. തൻ്റെ മുത്തച്ഛനെ പോലെയുള്ള വ്യക്തികളെയും കുടുംബങ്ങളെയും ചരിത്രം ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് ടാൻ ലേ നമ്മോട് പറയുന്നു. സംടൈംസ് ഇറ്റ് ബ്രേക്സ് ദിയർ സ്പിരിറ്റ് ആസ് ഇറ്റ് ഡിഡ് ടു ഹർ ഗ്രാൻഡ് ഫാദർ. തൻ്റെ മുത്തച്ഛൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ചിലപ്പോൾ ചരിത്രം ഈ ആളുകളുടെ ആത്മാവിനെ തകർക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വെൽ, ദിസ് ഈസ് ദി ആൻസർ. ഇനി മൂന്നാമത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. എക്സാമിൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് ടാൻ ലീസ് ഗ്രാൻഡ് മദർ ഓൺ ഹെർ ലൈഫ്. ടാൻ ലീയുടെ ജീവിതത്തിൽ അവളുടെ മുത്തശ്ശി ചെലുത്തിയ സ്വാധീനം എന്താണ്? അതൊന്ന് പരിശോധിക്കാമോ? ഇതാണ് ചോദ്യം. ഇതാ ഉത്തരമൊന്ന് നോക്കിയേ. ടാൻ ലീസ് ഗ്രാൻഡ് മദർ ഹാഡ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ഹെർ ലൈഫ്. ടാൻ ലീയുടെ മുത്തശ്ശി അവളുടെ ജീവിതത്തിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നു. ഷീ വാസ് എ ബ്രേവ് വൈസ് വുമൺ who made tough decisions for the family, especially during their escape from Vietnam. പ്രത്യേകിച്ച് വിയറ്റ്നാമിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് കുടുംബത്തിനു വേണ്ടി ശക്തമായ തീരുമാനങ്ങൾ എടുത്ത ധീരയും വിവേകിയുമായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവർ. Despite the hardships they faced, her grandmother stayed calm and determined. അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കിടയിലും അവരുടെ മുത്തശ്ശി വളരെ ശാന്തമായും ദൃഢനിശ്ചയത്തോടെയും കാണപ്പെട്ടു. ഷീ ബിലീവ്ഡ് ഇൻ ഹാർഡ് വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് സാക്രിഫൈസ് ടു ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത തലമുറയ്ക്ക് ഒരു നല്ല ഭാവി കെട്ടിപ്പടുക്കാൻ കഠിനാധ്വാനം, വിദ്യാഭ്യാസം, ത്യാഗം എന്നിവയിൽ അവർ ഉറച്ചു വിശ്വസിച്ചു. ഹെർ സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ് ഇൻസ്പയർഡ് ടാൻ ലീ ടു വർക്ക് ഹാർഡ്. ടാൻ ലീയുടെ കഠിനാധ്വാനത്തിനും സ്ഥിരോത്സാഹത്തിനും പ്രചോദനം നൽകിയത് അവരുടെ ശക്തിയും സഹിഷ്ണുതയുമാണ്. ടാൻ ലീ ലേൺഡ് ഫ്രം ഹർ ഗ്രാൻഡ് മദർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി, കറേജ് ആൻഡ് നെവർ ഗിവിംഗ് അപ്പ്. കുടുംബത്തിൻ്റെ പ്രാധാന്യം, ധൈര്യം, ഒരിക്കലും തളരാതിരിക്കൽ എന്നിവയെല്ലാം മുത്തശ്ശിയിൽ നിന്ന് നമ്മുടെ ടാൻ ലേ പഠിച്ചു. ദിസ് ഷേപ്ഡ് ഹർ ജേർണി ആൻഡ് സക്സസ് ഇൻ ലൈഫ്. ഇതാണ് അവളുടെ യാത്രയെയും ജീവിത വിജയത്തെയും രൂപപ്പെടുത്തിയത്. വെൽ ഫ്രണ്ട്സ്, this is the answer and these are the paragraph questions. Thank you for watching. See you soon with another video. Until then, bye bye.